എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹെൽസിങ്കിയിലാണ്. ഹെൽസിങ്കിയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് പ്രസ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ഹെൽസിങ്കിയുടെ വളരെ മനോഹരമായിട്ടുള്ള തെരുവിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതുമാതിരിയുള്ള സ്ട്രീറ്റ് മ്യൂസീഷ്യൻസിനെ നമ്മൾ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ പല വീഡിയോകളിൽ ഇതുമാതിരി സ്ട്രീറ്റ് മ്യൂസീഷ്യൻസിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന സന്ദർശകർ നൽകുന്ന ചെറിയ തുകകളൊക്കെയാണ് അവരുടെ വരുമാന മാർഗം. നല്ല തണുപ്പും അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് ഫിൻലാൻഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളും വളരെ ഭംഗിയുള്ളത് തന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിപ്പോൾ ഫിൻലാൻഡിൽ ഒരു പള്ളിയുടെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ആ പള്ളിയുടെ ഉള്ളിൽ ഒരു മാമോദീസ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായില്ല. നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 12 ഡിഗ്രിയൊക്കെ ഇവിടെ തണുപ്പെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഞങ്ങളിപ്പോൾ ഫിൻലാൻഡിലെ സെനറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെനറ്റ് സ്ക്വയറിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണത്. ഞങ്ങൾ ഓരോ രാജ്യത്തു നിന്ന് ഓരോ രാജ്യത്തേക്ക് വരുമ്പോൾ ഓരോ രാജ്യവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് കാണിച്ചു തരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സെനറ്റ് സ്ക്വയർ. ആ കാണുന്നത് ഹെൽസിങ്കി കത്തീഡ്രലാണ്. ഇനി കൂടുതൽ ഈ ഹെൽസിങ്കിയുടെ ഈ സെനറ്റ് സ്ക്വയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൈഡ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. Senate Square was born during the Russian period. We have been under the Russia since 1809 until 1917. So Helsinki wasn't capital at that period. But then the Alexander the First and the Nikolai II wanted it to become a big capital and big city. So they called architect Carl Ludwig Engel to plan all this city center. You can see it's a new classical style, the same style what it was in Europe that period. And for example, this building is so-called Senate's house, where the ministry are working all the time. And this is the university building, and you can see they are in symmetry in between. And then all these houses, they got the same style. The facade was made afterwards. That grey building there is one of the oldest. That was before the Russian period also. That was a shopkeeper's house. Now it's a museum. But that was already 1,700. Otherwise, these were built since 1822 until 1852. And then the architect Carl Ludwig Engel died, and also the first Tsar, and then second Tsar and second architect, they put their hands on that plan because Carl Ludwig Engel planned that. And it was supposed to be a totally Lutheran church. But second Tsar and second architect, they put elements like domes that are more Catholic or Orthodox. But it is a Lutheran church. It's only decorated that way. We have here the statue of Alexander II. He's still here because he was a good Tsar. He let us grow as a Finns, as a own country. We were Grand Duchy that period. We were part of Russia, but they let us quite free. That's why he's here still. In Russia, they don't have him because he was too liberty style. And in Bulgaria, they have him also. But he is here. And usually there's a seagull in his head, but today he's having freedom. Look at the church. That's why Helsinki is called the White City of Baltic, because the church is white. In the beginning it was yellow also, because yellow. That was yellow of the Engel. And
You can see the Zinken Apostolis, and that's not normal Lutheran church, but it's very much Catholic church style. And then you can see cupolas, the domes, they are typical from the Catholic period. But we are Lutherans, that is a Lutheran church. I think we can do. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ഏകദേശം ഒരു 12 ഡിഗ്രി തണുപ്പിലാണ് നമ്മളിവിടെ നടക്കുന്നത്. നല്ല തണുപ്പാണ്. ഈ സെനറ്റ് സ്ക്വയറിൻ്റെ ബിൽഡിങ്ങുകളുടെയൊക്കെ വാസ്തുശില്പി എന്ന് പറയുന്നത് കാൾ ലുഡിങ് ഏംഗൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യകളാണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം. ഏകദേശം ഈ സെനറ്റ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് ഹെൽസിങ്കിയുടെ മധ്യഭാഗത്തായിട്ടാണ്. ഏറ്റവും പഴയൊരു ഭാഗമാണ് സെനറ്റ് സ്ക്വയറും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ. സെനറ്റ് സ്ക്വയറിൽ നമുക്ക് കാണാനുള്ള പ്രധാന ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് ഹെൽസിങ്കി കത്തീഡ്രലാണ് പ്രധാന ബിൽഡിങ്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് പാലസുണ്ട്, ഹെൽസിങ്കി സർവകലാശാലയുടെ പ്രധാന കെട്ടിടമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണാനുള്ള സെനറ്റ് സ്ക്വയറിലെ കെട്ടിടങ്ങൾ. ഹെൽസിങ്കി സന്ദർശിക്കുന്ന സന്ദർശകർ ഈ സെനറ്റ് സ്ക്വയറിൽ വരാതെ പോകാറില്ല. അത്രയേറെ മനോഹരമായിട്ടാണ് ഈ സെനറ്റ് സ്ക്വയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കെട്ടിടം എന്ന് പറയുന്നത് 1757 മുതൽ സെൻട്രൽ ഹെൽസിങ്കിയിലെ ഏറ്റവും പഴയ കെട്ടിടമായ സെഡർ ഹോം ഹൗസ്. സെനറ്റ് സ്ക്വയറിന് എതിർവശത്തായിട്ട് കാണുന്ന യൂണിവേഴ്സിറ്റി കെട്ടിടം 1832 നിർമ്മിച്ചത്. ഈ സെനറ്റ് സ്ക്വയറിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള കെട്ടിടമെന്ന് എനിക്ക് തോന്നിയത് ഇവിടുത്തെ കത്തീഡ്രലാണ്. സെനറ്റ് സ്ക്വയറിൻ്റെ വടക്കേ അറ്റത്തായിട്ടാണ് ഹെൽസിങ്കി കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. കാൾ ലുഡിങ് ഏംഗലിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ വാസ്തുവിദ്യാ പദ്ധതിയായിരുന്നു ഈ കത്തീഡ്രൽ. 1818 മുതൽ 1840 അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹം ഇതിൽ പ്രവർത്തിച്ചു. കത്തീഡ്രൽ പിന്നീട് ചർച്ച് ഓഫ് സെൻറ്റ് നിക്കോളാസ് എന്നറിയപ്പെട്ടു. ഈ കത്തീഡ്രലിൻ്റെ വാസ്തുശില്പിയായിട്ടുള്ള കാൾ ലുഡിങ് ഏംഗലിൻ്റെ മരണത്തിന് 12 വർഷത്തിന് ശേഷമാണ് ഈ കത്തീഡ്രൽ പൂർത്തിയായത്. ഞാൻ അവിടെ വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരിയുള്ള ചെറിയ അടയ്ക്ക പക്ഷികളെ ഇവിടെ കുറേ കണ്ടുട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പകർത്തിയതാണ്. ആ അടയ്ക്ക പക്ഷികൾക്ക് അവിടെ ഇരുന്ന ആൾ ചെറിയ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവറ്റങ്ങൾ അവിടെ വട്ടം കൂടി അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരിയുള്ള ഒരു അമ്പലപ്രാവ് ഉണ്ടായിരുന്നു. ആ സെനറ്റ് സ്ക്വയറിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്നത് അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തിയുടെ ഒരു പ്രതിമയാണ്. 1894 സ്ഥാപിച്ചതാണ് ഈ പ്രതിമ. സെനറ്റ് സ്ക്വയറിൻ്റെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ഇവിടുത്തെ ഒരു മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിൽ വന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടീനെയും കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. യൂറോപ്പിലുള്ള ആളുകൾ അവരുടെ വളർത്തുന്ന നായ്ക്കുട്ടികളെയും കൊണ്ട് ഇതുമാതിരി റോഡിലൂടെ നടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള നായ്ക്കുട്ടികളെ നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇവരുടെ ഒരു മാർക്കറ്റിലേക്കാണ്. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പകർത്തിയതാണ്. പലതരത്തിലുള്ള ആപ്പിളുകളും വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നേരെ അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അതിനൊപ്പം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന് സൈഡിലായിട്ട് കുറേ ആമകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അതിനുശേഷം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്.
ഹെൽസിങ്കിയിലെ മനോഹരമായ കാഴ്ചകൾ ഇനിയും തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും കൂടുതൽ കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.